സമുദ്രത്തിൽ ഏകദേശം 1500 അടി ഉയരത്തിൽ നമ്മുടെ സൈലന്റ് വാലി ബഫർ സോണിൽ ഉൾപ്പെട്ട, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഗൂഡലൂർ സോണിലാണ് നമ്മൾ ഈ പദ്ധതി ഉൾപ്പെടുന്നത്. ഏകദേശം 2016 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഓഫ് റോഡിലാണ് കയറി വരേണ്ടത്. ഈ ഓഫ് റോഡ് ഇപ്പോൾ പല വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഘട്ടം ഘട്ടമായി നന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. ഇവിടുത്തെ കുളിർമയും ഇവിടുത്തെ ഈ അന്തരീക്ഷവും ഏറെ സഞ്ചാരികളെ ആകർഷിക്കാറുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണണമെങ്കിൽ നമുക്ക് ഏകദേശം വർഷകാലത്ത് വരണം. വളരെ മനോഹരമായ ഒരു കാഴ്ച വർഷകാലത്തുണ്ടാവും. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ വളരെ കുളിർമയുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. അതുകൊണ്ട് സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടമാണ്. കുടുംബങ്ങൾക്കും ഫാമിലി അടക്കമുള്ള ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള അതിതീവ്രമായ മഴയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. മറ്റ് സന്ദർശകരോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പലരും എന്നിട്ടും പ്ലാസ്റ്റിക്കുകളുമായി വരാറുണ്ട്. ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഈ പ്രദേശ സന്ദർശകർ കൊണ്ടുവരുമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമുക്ക് പറയാം. മറ്റൊരു അസുഖമുള്ളത് ഒരു മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരുമ്പോൾ ഒരു വാഹനത്തെ വിളിക്കാനോ പോലീസിനെ ഇൻഫോം ചെയ്യാനോ പറ്റുന്ന ഒരു അവസ്ഥയില്ല. നമ്മൾ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് ആ ഒരു ഇഷ്യൂസിന് പരിഹാരം ഉണ്ടാക്കും എന്ന് നമ്മളോട് പറഞ്ഞു. പൊന്നാനിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ പിള്ളേർ സൺഡായിട്ട് ലീവായിട്ട് തന്നെ വന്നതാണ്. ഞങ്ങൾ ഇത്രയധികം പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് നന്നായി കുളിക്കാനും നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു എഫക്റ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ്. ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളെ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ പങ്കുവെക്കും.